ഇന്ന് ഞങ്ങൾ 4 മണി ചായൻ്റെ ഒരു തിരക്കിലാട്ടോ. എന്താ സന്തോഷമല്ലേ. 4 മണി ചായ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാല്ലേ. ഈ കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു കോട്ടാവിയും കുഴക്കൊക്കെയാണ്. രാവിലെ ചായ ഇട്ടില്ലെങ്കിൽ ഇത്ര പ്രശ്നമല്ല, വൈകുന്നേരത്ത് ഈ ഒരു ചായ ഇട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു എണ്ണക്കടി ഉണ്ടെങ്കിൽ പറയും വേണ്ട. ഇന്ന് സന്തോഷമായിട്ടും പുറത്ത് പോയപ്പോൾ നല്ല അടിപൊളി ചൂടുള്ള പഴംപൊരിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്ന പടം പിന്നെ എടുത്തേക്കണ്ടേ, ചൂടോടെ തന്നെ നല്ല കുടിക്കാമെന്ന് വിചാരിച്ച് അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ ഉണ്ടോ, അമ്മ ഭയങ്കര വേറെ തിരക്കിലാണ്. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആരെയും കിട്ടിയില്ല, അപ്പോൾ ഞാൻ തന്നെ കുടിക്കുകയാണ്. പഴംപൊരി ഇതാ ചായയിലൊക്കെ മുക്കണുണ്ട് കേട്ടോ. എന്ത് കിട്ടിയാലും ഈ ചായയിൽ മുക്കിയിട്ട് തിന്നണ ഒരു പരിപാടി എനിക്കുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ചൂടോടെയും കൂടിയാണ് കേട്ടത്. അപ്പോൾ അമ്മയ്ക്ക് എന്താ പരിപാടി എന്ന് അറിയണ്ടേ, ശീബോധി വെക്കൂലേ കർക്കിടക മാസത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ദശപുഷ്പങ്ങളൊക്കെ പറിച്ചുണ്ടാക്കുകയാണ്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഈ വേരോടെയാണ് പിഴുതെടുക്കുക എന്ന് പറയും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ വീടിൻ്റെ ചുറ്റും ഇഷ്ടം പോലെ ഉള്ളത് കാരണം വേരോടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ അമ്മ ഇതാ പിന്നെ മതിലൊക്കെ കയറ്റി പറിച്ചെടുപ്പിക്കുകയാണ്. മന്ദാരപ്പൂവാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇത് നമ്മളെ വാടിയിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇതാ പറിച്ചെടുക്കുകയാണ്. അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ സാധനം. അപ്പോൾ തികയാത്തതൊക്കെ ഞാൻ പറിച്ച് ഒപ്പിച്ചെടുക്കുകയാണ്. അമ്മ ദാ പറിച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എന്നും വൈകുന്നേരം സമയത്ത് ഞങ്ങൾ ഇതിന് ഇറങ്ങും. 5 മണി 5:30 ആകുമ്പോഴാണ് ഇതിന് ഇറങ്ങുക. ഈ സമയത്ത് നമ്മളെല്ലാവരും വീട്ടമ്മമാർക്ക് ഒരു പണീൻ്റെ ഒക്കെ ഒരു ഫ്രീ ആവുന്ന സമയമാണല്ലോ. നല്ല രസമാണ് കേട്ടോ ഈ സമയത്ത്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയമാവും. എല്ലാ വീട്ടമ്മമാരും വീടിൻ്റെ ഉമ്മറത്ത് ഇട്ടിട്ടിരിക്കുന്നു. നമ്മളും അതേപോലെ ഇങ്ങനത്തെ പണിക്കൊക്കെ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ അതാ ഞാൻ കുറേ ചെടികളൊക്കെ പറിച്ചിട്ട് ഇതാണോ അല്ലേ അങ്ങനെയുള്ളവരോ സംശയത്തിൽ നിൽക്കുകയാണ്. അമ്മ കുറേ പറിച്ച് ഇങ്ങോട്ട് ചോദിക്കുന്നത് ഇതാണോ, ഞാനും ചോദിക്കേണ്ട അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ സംശയിച്ച് നിൽക്കുകയാണ്. പിന്നെ ഓരോ സ്ഥലത്തേക്കും ഓരോ പേരിലാട്ടോ അതൊക്കെ അറിയപ്പെടുക. അതുകൊണ്ട് നമ്മൾ വലിയ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിൽ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു ഇതല്ല ഇതാണ് ഇതല്ല അതാണ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നമുക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് 10 അങ്ങോട്ട് ഒപ്പിച്ചു. ആ സമയത്ത് ഇതാ ബാവിക്കുട്ടി വന്നിട്ടുണ്ട്, അപ്പൂസ് വന്നിട്ടുണ്ട്. ബാവിക്കുട്ടി ഇന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ വിട്ടതിന് ശേഷം ഒന്നും കാണലേ ഇല്ല. കാരണം സ്കൂളിൽ വന്നാൽ കുറേ നേരമാവും. പിന്നെ ഹോംവർക്ക് കാര്യങ്ങളായിട്ട് അങ്ങനെ പോകും. അപ്പോൾ എന്നെ കണ്ടപാടെ ബാഗൊക്കെ എൻ്റെ കയ്യിലെടുത്ത് തന്നിട്ടുണ്ട്. നല്ല കനുണ്ട് ബുക്കൊക്കെ ആയിട്ട്. 10ാം ക്ലാസ് അല്ലേ. അപ്പോൾ ഭാവിയും വന്നു, എല്ലാവരും വന്നു ഇതാ ചായക്ക് ഇരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും കൊണ്ട് ഒത്തുകൂടിയിട്ടോ. അപ്പോൾ പഴംപൊരിയൊക്കെ ഇതാ അമ്മയൊക്കെ നല്ല ഹാപ്പി ആയിട്ട് തിന്നെയാണ്. വായിക്കുട്ടി കൊടുത്തോൾക്ക് വേണ്ട പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് ഓരോന്ന് പറഞ്ഞ് കൊടുക്കണം. അതിനുള്ള ഭയങ്കര ചിരിയാണ് കേട്ടോ. ഞാനുള്ള കളിയാക്കിയിട്ട് ഓള് വയറച്ചൊക്കെ തിന്നതിന് ശേഷം വന്നു. പിന്നെ നമ്മളെ സ്ഥിരം ആൾക്കാർ എത്തി. നമ്മളെന്ത് പാത്രം തുറന്നാലും ഓല് മുന്നിലുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ചിക്കനും മീനൊക്കെ ഉണ്ടെങ്കിൽ ഓല് വരുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, നമ്മളെന്താണോ എടുക്കണത് പാത്രത്തിൽ വെച്ചാട്ടോ ഓല് ഓടി വന്ന് മുന്നിലേ ഉണ്ടാവും. പിടിയും വലിയും കൂടെയാണ് തിന്നാൻ. അപ്പം അങ്ങനെ നമ്മൾ തിന്നാണ് കേട്ടോ. കട്ടൻ ചായയും പഴംപൊരിയും അപ്പൂസും റെഡിയായി വന്ന്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ 4 മണി വിശേഷം കേട്ടോ. അപ്പം ടാറ്റാ ബൈ ബൈ.